കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ ഹോട്ടൽ ഉടമയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും നടത്തി. യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ ഹോട്ടൽ ഉടമയുടെ കുടുംബത്തിനുള്ള ധനസഹായ വിതരണവും നടത്തി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ ഹോട്ടൽ ഉടമ ശശിധരൻ പിള്ളയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ MLA കൈമാറി. വ്യാപാരികൾക്ക് മാത്രമാണ് ഏജ് ഒരു ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ആർക്കും ഒരു ചെറിയ തുക അടച്ചുകൊണ്ട് ഈ പദ്ധതിയിൽ അംഗങ്ങളാവാൻ പറ്റും എന്നുള്ളതുണ്ട്. ഇക്കാലത്ത് നമുക്കറിയാമല്ലോ, ധാരാളം ചെറുപ്പക്കാരും പെട്ടെന്ന് ഒരുപാട് അസുഖങ്ങളാൽ, ജീവിതശൈലി രോഗങ്ങളാലൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ മരണപ്പെടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഒരു ഡോക്ടർ പറഞ്ഞത്, കേരളത്തിൽ ഇത്രയധികം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവുമ്പോൾ അത് മരുന്ന് തിന്ന് ജീവിച്ചോളാമെന്ന് കരുതുന്ന ഒരു മനസ്സാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ശാപം എന്നാണ് പറഞ്ഞത്, അല്ലേ? ഷുഗറും കൊളസ്ട്രോളും ഒക്കെ വന്നാലും സാരമില്ല, ഞങ്ങൾ മരുന്ന് എന്നാലും ഒന്ന് അനങ്ങി ഒന്ന് വ്യായാമം ചെയ്യാൻ പലർക്കും മടിയാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തും കഴിക്കാം, കാരണം ഇപ്പം നിങ്ങൾ തന്നെ റെസ്റ്റോറൻറ്റുകളിൽ എല്ലാ ഫുഡും ഉണ്ട്, വൈവിധ്യമാർന്ന ഫുഡുണ്ട്. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ വാങ്ങിച്ച് കഴിക്കാൻ തന്നെയാണല്ലോ. കഴിച്ചോണം, പക്ഷേ അതനുസരിച്ച് തന്നെ നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള വ്യായാമങ്ങൾ കൂടി ചെയ്താൽ നമുക്ക് നന്നായിട്ട് തന്നെ ജീവിച്ചിരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം. വളരെ മിടുക്കനായ ഒരു അലോപ്പതി ഡോക്ടറാണ്, പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് മരുന്ന് കൊടുത്ത് വയ്യാതെ ആവുമ്പോൾ അത്തരം മനുഷ്യരെ ഓർത്ത് ഇതുപോലെ ഒരു വെൽനസിൻ്റെ ഭാഗമായി വന്ന് സംസാരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ഒത്തിരി ചിന്തിച്ചു, ശരിയാണ്, ഞാൻ പല മരണ വീടുകളിലും പോകുമ്പോൾ 35, 32, 40 ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാർ ധാരാളം മരിക്കുന്ന ഒരു കാലമാണ്. അവരുടെ മക്കൾ, ഇപ്പം 40 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് മക്കൾ ഒന്നെങ്കിൽ ഒരു 10ാം ക്ലാസ്സോ +2 ഒക്കെ കഷ്ടിച്ചേ ആവത്തുള്ളൂ. 10ലും +2ലും ഒക്കെ പഠിക്കുന്ന മക്കൾ, ഇവിടെ ഇരിക്കുന്ന മക്കളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മാതാവും പിതാവും ഒന്നിച്ച് നിന്ന് ജോലി എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു നന്നായി വളരാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു അപകടം വന്നാൽ, ഒരു രോഗം ഒരു വീട്ടിൽ വന്നാൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു കുടുംബം അങ്ങ് തകർന്നു പോവുകയാണ്. നമ്മളൊക്കെ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഒരുപാട് കുടുംബങ്ങൾ അസുഖങ്ങൾ മൂലം തകർന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അവരെ നോക്കി വേദനിച്ചിരിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഞങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ചെറിയ തുകയാണ്. മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായമൊക്കെ ഞങ്ങൾ ധാരാളം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. മെറിറ്റ് അവാർഡ് വിതരണം DSP ബാബുക്കുട്ടൻ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ P ശശികല മുഖ്യാതിഥിയായി പങ്കെടുത്തു. KHRA യൂണിറ്റ് പ്രസിഡന്റ് SK നസീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്, ഭക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുമെന്നുള്ള ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അനവധി പ്രശ്നങ്ങൾ ഈ മേഖലകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ച് ഒരു വ്യവസായവും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ നമുക്കറിയാം, ഈ വ്യവസായങ്ങളിൽ പ്രതിസന്ധി നേരിടുമ്പോൾ തന്നെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റുന്ന ഒരു സംഘടന മുന്നോട്ട് പോകുന്നു. കാരണം ചാരിറ്റിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സംഘടന KHRA ആണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഞങ്ങൾ ഓരോ വർഷവും ചാരിറ്റി ഫണ്ടായിട്ട് എല്ലാ യൂണിറ്റുകൾക്കും സ്റ്റേറ്റ് കമ്മിറ്റി സർക്കുലർ തന്നിട്ട് അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സംഘടനകൾക്ക് മാതൃകകളായിക്കൊണ്ട് ഞങ്ങളിൽ നിന്ന് മരണപ്പെടുന്ന ഒരു അംഗത്തിന് സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തി. നമുക്കറിയാം, നമ്മളിൽ ഒരു വ്യാപാരി മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കാൻ വേറൊന്നുമില്ല. ഒരു ദിവസം ഒരു സ്ഥാപനം തുറന്നില്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന കുട്ടികളുടെയും എല്ലാ മാതാപിതാക്കൾ അവരൊക്കെ വ്യാപാരികൾ കുറച്ച് പേര് വേണം. പക്ഷേ ഒരു ദിവസം അവരുടെ സ്ഥാപനം തുറന്നില്ലേ 3ാമത്തെ ദിവസം ആ വീട്ടിൽ പട്ടിണിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം വൺ മാൻ ഷോ ആണ്. നമ്മളാരും യൂസുഫ് അലി ഒന്നുമല്ല. കാരണം യൂസുഫ് അലിയെ സംബന്ധിച്ച് അദ്ദേഹം ഉറങ്ങുമ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാത്രമാണ് ഓരോ കുടുംബത്തിൻ്റെ അത്താണി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ കുട്ടികളെ നല്ല നിലവാരത്തിൽ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കൊടുത്തിക്കൊണ്ട് അനിവാര്യമാണ്. നമുക്കറിയാം, ഇപ്പം ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു 25 വർഷം കൊണ്ട് നമ്മൾ കേൾക്കുന്നു, അതാണ്ട് നാഷണൽ ഹൈവേ പുതിയത് വരാൻ പോകുന്നു, അതിൻ്റെ അലൈൻമെൻറ്റ് വന്നു ഒക്കെ പല പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ മാത്രം 350-ലധികം ഹോട്ടലുകളാണ് പൂട്ടിപ്പോയ ഒരു സാഹചര്യം. സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സെക്രട്ടറി റോയി മഡോണ വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി നാസർ ബി താജ് മുഖ്യപ്രഭാഷണം നടത്തി. ഹോട്ടൽ ഉടമകളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണം ജില്ലാ പ്രസിഡന്റ് മനാഫസ് കുബാബ നിർവഹിച്ചു. മുതിർന്ന ഹോട്ടൽ ഉടമകളെ ചടങ്ങിൽ ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി N സത്താർ, രാജേഷ് പടിപ്പുര, മുഹമ്മദ് കോയ, നൌഷാദ് മാങ്കാങ്കുഴി, സിനിൽ സവാദ്, അർഷഫ് ക്വാളിറ്റി, ബദറുദ്ദീൻ, പ്രവീൺ കുമാർ, വിജയകുമാർ, വിവേകാനന്ദൻ, ബിജു, ഹരിദാസ്, നൌഷാദ് എന്നിവർ സംസാരിച്ചു. കരിയർ മോട്ടിവേഷൻ ക്ലാസിന് CG ട്രെയിനർ
സജീർ ജലാൽ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.